മലയാളത്തിൽ ഇപ്പൊ എത്ര സിനിമയായി? എങ്ങനെ തുടക്കം? ഞാൻ പറഞ്ഞ ശരിക്കും തിരുവനന്തപുരമാണ് വീട്. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു സിനിമ എന്ന് പറയുന്ന ഒരു വേൾഡിലോട്ട് വന്നത്? എങ്ങനെയാണ്? ഞാൻ VKC എന്ന് പറഞ്ഞ കമ്പനിയിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഗുജറാത്തിലാണ്. ഫാദറൊക്കെ ഗുജറാത്ത് ഓൾറെഡി സെറ്റിൽഡാണ്. അപ്പോൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഈ കുഞ്ഞിൽ തൊട്ട് സിനിമയോടൊരു ആഗ്രഹമുണ്ട്. അത് ലിറ്ററലി ആഗ്രഹം മാത്രമാണ്. അങ്ങനെ ഞാൻ ഒരു ദിവസം തീരുമാനിക്കുകയാണ് ജോലി റിസൈൻ ചെയ്യാം. അപ്പോൾ ഞാൻ വീട്ടിൽ കള്ളമൊക്കെ പറഞ്ഞിട്ട് ഞാനൊന്ന് നാട്ടിൽ പോവുകയാണ്. എനിക്കൊരു പുതിയൊരു കോഴ്സ് വന്നിട്ടുണ്ട്, ആ കോഴ്സ് ചെയ്യാൻ ജോലി ഗുജറാത്ത് തന്നെയായിരുന്നു. നമ്മൾ വാപ്പി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇതിൽ ഏറ്റവും വലിയ ഇൻഡസ്ട്രിയൽ ഏരിയ ആണ്, വാപ്പിയിലാണ്. അപ്പോൾ അവിടെ നിന്നാണ് എന്ത് ചെയ്യുന്നത്, ഞാൻ തിരിച്ച് ട്രിവാൻഡ്രത്തിലേക്ക് വരുന്നത് കോഴ്സ് ചെയ്യാനെന്ന് പറഞ്ഞിട്ടാണ്. ഇതെനിക്കൊന്ന് 2014. ശരിക്കും ആ ഒരു ധൈര്യം വേണമെങ്കിൽ പറയാം. അതെ മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ 2014 വരുന്നു. വന്നു കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ പാരന്റ്സ് ഒക്കെ അവിടെയാണ്. റിലേറ്റീവ്സ് പലരും പല സ്ഥലങ്ങളിലാണ്. കസിൻസ് ഒക്കെ ഭയങ്കര ട്രിവാൻഡ്രത്തേക്ക് നമുക്ക് ട്രിവാൻഡ്രല്ലേ അറിയാവൂ. അന്ന് ഞാൻ കേരളത്തിൽ നമ്മൾ വേറൊരു ജില്ലയിലാണ് താമസിക്കുന്നത്. അതെ അതെ. പക്ഷെ നമുക്ക് അറിയാന്നുള്ളത് തിരുവനന്തപുരം ആയതുകൊണ്ട് ട്രിവാൻഡ്രത്തേക്ക് പോയതാണ്. അങ്ങനെ ട്രിവാൻഡ്രത്തേക്ക് പോയി കഴിഞ്ഞ് ഇത് ആഗ്രഹമാണല്ലോ, ഇത് എങ്ങനെ തുടങ്ങും എന്താണെന്നുള്ള ഒന്നും അറിഞ്ഞൂടാ. അപ്പൊ എനിക്ക് കുറച്ച് നാള് കഴിഞ്ഞ അന്നൊക്കെ എൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളെ പരിചയപ്പെടുന്നു, നമ്മൾ അയാൾ വഴി സിനിമയിൽ കയറി കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ലൈഫ് സെറ്റ്, ആ രീതിയിലുള്ള ചിന്തകളായിരുന്നു. ബോധമില്ല എന്നുള്ളത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി. അപ്പൊ ഇത് വെറുതെ അഭിനയം എന്ന് പറയുന്നത് അതാണ് അത്. പിന്നെ എനിക്ക് മനസ്സിലായി, അഭിനയം എന്ന് പറയുന്നത് നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്നൊന്നുമല്ല.